വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വാപ്പുപ്പാടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സുഷമ ശങ്കറിന്റെ വീട്ടിലേക്കാണ് ഗൈസ്. സുഷമജി നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ലൈബ്രറിയിലേക്ക് അവരൊരു ഗസ്റ്റ് ആയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ബാലവേദിയിൽ ഞങ്ങളൊരു അംഗമായിരുന്നു. അപ്പോൾ അവര് വന്ന് അവരൊരു ചീഫ് ഗസ്റ്റ് ആയിട്ട് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് അവരെ പരിചയപ്പെടുന്നത്. അവര് പണ്ടൊരു ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തായിരുന്നു ആന്റിക്കെന്നും പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ്. ആരാന്ന് അറിയാത്തവർക്ക് ഒരു തെലുങ്കല്ലേ, അവര് വലിയൊരു കവിത്രിയാണ്. ONV കുറുപ്പിന്റെ ഒരുപാട് കവിതകൾ അവര് കന്നഡയിലേക്ക് തർജ്ജമ ചെയ്ത് ഡോക്ടറേറ്റ് നേടിയതാണ്. ഫസ്റ്റ് വന്നത് സുഷമാജി, അതും ഫ്ലൈറ്റ് വൈറ്റ് ഫീൽഡിലാണ് സുഷമാജിയുടെ വീട്. നമ്മളിപ്പോ മജസ്റ്റിക്കിലാണ് ഉള്ളത്. ഈ മജസ്റ്റിക്കിന് 1 hour മെട്രോ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിലൂടെ മെട്രോയും കവർ ചെയ്യാം, പുള്ളിക്കാരി നമുക്ക് കാണുകയും ചെയ്യാം. മെട്രോയിലേക്ക് നമ്മൾ ബാംഗ്ലൂർ ഇത്ര ദിവസം വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ മെട്രോ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവര് എപ്പോഴും നമ്മള് മാത്രമല്ല നമ്മള് കൊച്ചി മെട്രോയെ കയറിയിട്ടുള്ളൂ. കർണാടക ഗവൺമെന്റിന്റെ ഡോക്ടറേറ്റ് നൽകി അവരെ ആദരിച്ചു ഈ ഇടയ്ക്ക്. ഓ മൈ ഗോഡ്. അപ്പൊ അത്രയും വലിയൊരു പ്രശസ്ത ഒരു യുവതിയാണ് നമ്മളിന്ന് കാണാൻ ഫസ്റ്റിനെ പേഴ്സണലായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, കല്യാണത്തിന് പെട്ടെന്ന് കണ്ടുപോയി. അപ്പൊ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാം. അപ്പൊ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ് ഗൈസ്. കം ഓൺ. ജസ്റ്റ് നമ്മൾ വ്ലോഗ് എടുത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഉടനെ ഓട്ടോക്കാരൻ ടാക്സി ഡ്രൈവർ മെട്രോയിലോട്ട് ഞങ്ങളാക്കാം. ഇവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഗൈസ്. എല്ലാരും നമ്മളെ വളയും. പുറത്തോട്ട് ഇറങ്ങിയ ഓട്ടോക്കാര്, കടയുടെ അടുത്തൂടെ പോയ കച്ചവടക്കാര്, ഇത്തിരി ശല്യം ഇവിടെ. നല്ല ചപ്പാത്തി. മേഡത്തിന് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ട് വരാം കേട്ടോ. നീ വരുന്നോടാ? നവാ കൺഫ്യൂഷനിലാണ്. നമ്മൾ നാട്ടിലെ സാധനങ്ങൾ സ്നാക്സ് മേടിച്ചു കൊടുക്കുക അതോ ഇവിടുത്തെ സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കും? നമ്മുടെ നാട്ടിലെ ഒരു 1 kg കാഷ്യൂ നട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൈസൂർ പാർക്ക് വാങ്ങിക്കാൻ നേരത്ത് ആപിച്ചു പറഞ്ഞു. മൈസൂർ പാർക്കല്ലേ, മൈസൂർ പാർക്ക് വാങ്ങിക്കാൻ നേരത്ത് ആപിച്ചു പറഞ്ഞ് ഇവർക്ക് നാട്ടിലുള്ള സാധനങ്ങൾ ഇവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ ഇവരെപ്പോഴും കഴിക്കുന്നില്ലേ, നമ്മുടെ നാട്ടിലുള്ള സാധനം വേണം കൊണ്ടുവരാനും. പൂരിയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു ബർഗറാണ്. ഗർഭിണിയായോ? നമ്മളൊരു സ്നാക്സ് കൊടുത്തപ്പോഴേ അതിനകത്ത് 25 രൂപ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞ 30 രൂപ. അത് എക്സ്ട്രാ ക്യാഷ്. ഞാൻ പറഞ്ഞ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 25 അല്ലേ. അപ്പൊ എന്നാ ഓക്കെ. സ്ഥാപിച്ച കണ്ടപ്പോൾ കോടീശ്വരാന്ന് ചോദിച്ചാൽ ഓക്കെ ഒരു MCR ലുക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ നിന്നപ്പോഴേ ഒരാള് കന്നഡയില് അപ്പഴേ തിരിച്ച് നിമ്മിഷ്ട എന്ന് പറഞ്ഞു. അപ്പോഴേ അയാള് മലയാളി. അതെ. അപ്പൊ പുള്ളി എങ്ങോട്ടൊക്കെയാ പോണ്ടത്? അപ്പൊ ഞങ്ങള് പറഞ്ഞ് അല്ല വൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞേ. അപ്പൊ അയാള് പറഞ്ഞ് നേരെ പോയാൽ മെട്രോ ഉണ്ട് കേട്ടോ. മലയാളിയായിരുന്നോ? അല്ലല്ല, പുള്ളി മലയാളം ചോദിച്ചപ്പോ നമ്മൾ ആന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ സംസാരിച്ചു. മറ്റേ മുറി മലയാളം ഇല്ലേ, പക്ഷെ നമുക്ക് മനസ്സിലാവും മലയാളം. നമ്മളങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ മെട്രോ എത്തിയിരിക്കുകയാണ്. മെട്രോ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ മജസ്റ്റിക് എന്നും പറഞ്ഞൊരു ഷെഡ് ഉണ്ട്. മിക്കവാറും ഇത് മെട്രോ സ്റ്റേഷൻ ആയിരിക്കും അല്ലേ? ചിലപ്പോ തെലുങ്കിൽ എഴുതിയേക്കുന്നത് മെട്രോ എന്നായിരിക്കും. എന്നാ പകരം നമ്മുടെ കൊച്ചി മെട്രോയിലെ പോലെ ആയിരിക്കും ഇതിനകത്ത് കയറുന്നതൊക്കെ. എൻട്രൻസ് ഒക്കെ അതുപോലെ തന്നെ, കയറുമ്പോ തന്നെ ബാഗ് ചെക്കിങ്. ടിക്കറ്റോ? പക്ഷെ നമ്മുടെ അവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ബാഗ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ബാഗ് ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് വരെ തരത്തുള്ളൂ. ഇവിടെ ബാഗ് ചെക്കിങ് മാത്രമല്ല, ആളെ മൊത്തത്തിൽ ചെക്ക് ചെയ്യും ഗൈസ്. കണ്ടാ ഫുൾ ബോഡി ചെക്കിംഗ്. ഭയങ്കര എയർപോർട്ടാണ് ഇത്. ഒരു 1 ലക്ഷം പേരെ ചെക്ക് ചെയ്താൽ കുഴയില്ല. കുനിഞ്ഞു കഷ്ടം. ഒരു എത്ര വട്ടം ഇങ്ങനെ പുള്ളിക്കാരൻ കുനിയണം. അപ്പം രാവിലെ ഉച്ച ഒരാൾക്ക് ചെക്ക് ചെയ്തോ? എടാ ഞാൻ ആലോചിച്ചത് പുള്ളിക്കാരൻ അപ്പൊ എത്ര കുനിയണായിരിക്കും ചെക്ക് ചെയ്യണം ഓരോരുത്തർ. അതെ, വൈറ്റ് ഫീൽഡിലേക്ക് പോകാൻ 9 മിനിറ്റിൽ നമുക്ക് പ്ലാറ്റ്ഫോം 1ലേക്കാണ് പോകേണ്ടത്. 9:32. ഓ 2 അവര് വന്നില്ല. നമ്മുടെ കൊച്ചി മെട്രോ ഒരു എയർപോർട്ടിൽ വന്ന ഫീൽ ഉണ്ടല്ലേ? ഞാൻ മറ്റേ ബോഡി ചെക്കിങ് കണ്ടപ്പോ തന്നെ ഒരു എയർപോർട്ട് ഫീൽ അടിച്ചു. എയർപോർട്ടിൽ പോയിട്ട് കൊച്ചി മെട്രോ പോലെ ഇവിടുത്തെ ആൾക്കാരും ആശ്രയിക്കുന്നത് ഇവിടുത്തെ മെട്രോ എന്ന് തോന്നിട്ട് നമ്മുടെ കുറെ മലയാളി പിള്ളേരെ കണ്ടുകൂടാ. മലയാളി പിള്ളേര് നമുക്കെപ്പോഴും കൊച്ചി മെട്രോയിലൊക്കെ ടിക്കറ്റ് അല്ലേ, ഇവിടെ ടോക്കൺ ആണ്. ഇപ്പൊ എന്തോ വേറെ പടമൊക്കെ ആയിട്ട് തോന്നി, പിന്നെയാണ് മനസ്സിലായത് എന്തോ മുംബൈ ഗേറ്റ്. അതിനകത്ത് മുംബൈ ഗേറ്റും ഒരു മെട്രോയും ആണ് ഈ പോകുന്നത്.
പിന്നെ മുംബൈ ഗേറ്റ് മെട്രോ ഒന്നും ഇല്ല ഇതിനകത്ത് ഒരു പാർലമെന്റിന്റെ ഫോട്ടോയും പിന്നെ ഒരു മെട്രോയും. നിനക്ക് വേറെ ആണോ? നിനക്ക് വേറെ ഓരോരുത്തർക്കും ഓരോ ടോക്കൺ അറിയാം. കൊച്ചി മെട്രോയെക്കാട്ടും ഫാസ്റ്റ് കേട്ടോ ഇവിടെ. നമ്മുടെ കോട്ടൻപേട്ട് മെട്രോ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാ. ഞാനത് ഇപ്പോഴും അറിഞ്ഞത്. ഞാൻ ചോദിച്ചില്ലേ നിന്റെ അടുത്ത്. ഞാൻ നോക്കുമ്പോ പുറത്ത് മറ്റേ ബ്രിഡ്ജിന്റെ പില്ലർ ഒന്നും കാണുന്നില്ല. അടിയിൽ കൂടെ അല്ല അങ്ങനെയും ഉണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ. ചില സ്ഥലത്ത് എത്തുമ്പോ അത് ഓവർഗ്രൗണ്ട് ആവും. ചില സ്ഥലത്ത് റൈഡ്. നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയി. വീണ്ടും എക്സൈറ്റഡ് ആയി. നമ്മള് പോകുന്ന വഴിക്ക് ഈ മേലോട്ട് കയറുന്ന ഉണ്ടായിരുന്നാ മതിയായിരുന്നല്ലേ. വെറൈറ്റി എക്സ്പീരിയൻസ് നമുക്ക് അനുഭവപ്പെടാം. നമ്മളങ്ങനെ ഒടുവിൽ പ്ലാറ്റ്ഫോം 1-ലെത്തി. തന്നെയാണോ ജോലിക്ക് വേണ്ട ആളുകളെ കൊണ്ടുവന്ന് കസ്റ്റമർമാരെല്ലാം ജോലിക്ക് വരുന്നവരാണ് കേസ്. അപ്പൊ നമ്മൾ കൺഫേം ചെയ്ത് ഇവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചു. ഫസ്റ്റ് ഞങ്ങൾക്കൊരു കുറച്ചെങ്കിലും ഹിന്ദി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ പോകേണ്ടതാണ് വൈറ്റ് ഫീൽഡ്. ഇത് കോട്ടൻപേട്ട് മെട്രോ സ്റ്റേഷൻ. വൈറ്റ് ഫീൽഡ് കടുകുടി എന്നൊക്കെ കഴിഞ്ഞിരിക്കുന്നു. 2 പേരുണ്ട്. കടുകോടി എന്നും പറയുമോ. അതായത് ചിലപ്പോ എറണാകുളം നോർത്ത്, എറണാകുളം സൗത്ത് ഇല്ലേ, അതുപോലെ. ചിലപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരിട്ടായിരിക്കും വൈറ്റ് ഫീൽഡ്. ഇംഗ്ലീഷ് നെയിം അല്ലേ. ഇവിടത്തെ കന്നഡ ഉള്ള ആൾക്കാർക്ക് അവർക്ക് കടുകോടി അവരുടെ ഒരു ലാംഗ്വേജ്. കണ്ണനല്ലൂർ, നമുക്ക് കണ്ണോലി. നമ്മളിപ്പോ നിൽക്കുന്നത് നടപ്പു കമ്പഗോവാഡ. മെജസ്റ്റിക് എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഇവിടത്തെ എല്ലാത്തിന്റെയും പേരിട്ടിരിക്കുന്നത് ഇവിടുത്തെ പഴയ രാജാക്കന്മാരെ വെച്ച്. അതാണ് പാർക്കാണെങ്കിലും ശ്രീ ഗജേന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഓരോ ഗരുഡമാണോ അങ്ങനെ ഗരുഡ എന്ന് പറഞ്ഞ രാജാവുണ്ടോ? പഴയ ഇതിഹാസത്തിലുള്ള ഗരുഡൻ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് വീടെത്താൻ? കൊണ്ടുവരാൻ വരുന്നല്ലേ പറഞ്ഞ. വരത്തില്ലേ നമ്മളാ? ചിലപ്പം വരും. ഇല്ലേ നമ്മള് കാര്യം അവിടെ ഇങ്ങനെ എഴുതി ഇങ്ങനെ കാണിക്കും. അത്രയും ബിസി ആയിട്ട് നമുക്ക് വേണ്ടി ടൈം മാറ്റി വെച്ചിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ്. നമ്മുടെ കൊച്ചി മെട്രോ പോലെയല്ല, ഭയങ്കര സ്പീഡാണ്. നമ്മുടെ അവിടത്തത് ഇങ്ങനെയല്ലേ പോകുന്നത്. ഇവിടത്തെ ബുള്ളറ്റ് ട്രെയിനൊക്കെ പോകുന്നത്. മാത്രല്ല നമ്മളവിടെ ഭയങ്കര സൈലൻസ്. ഇവിടെ എല്ലാരും ബഹളം വെച്ചോണ്ടിരിക്കുന്നത്. 1 കിലോ. ആദ്യം നമ്മള് കേറിയപ്പോ 1 ഇഞ്ച് സ്ഥലം ഇല്ലായിരുന്നു ഗൈസ് നിക്കാൻ. ഇപ്പൊ നോക്ക്, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു ചേച്ചി നമ്മള് മെട്രോയില് കേറിയപ്പോ തന്നെ വീഡിയോ എടുത്തായിരുന്നേ. അപ്പൊ എന്റെ ഇപ്പുറത്ത് ഒരു ചേച്ചി എന്റെ അടുത്ത് ചോദിക്കുക, ഫസ്റ്റ് ടൈം ഇൻ ബാംഗ്ലൂർ മെട്രോ. എനിക്ക് അങ്ങ് പൊളിഞ്ഞ കേട്ടോ. നമ്മളൊക്കെ പുച്ഛിച്ച് നമ്മളെന്തോ ലോക്കൽസ് കണക്ക്. അപ്പൊ ഇത് പറഞ്ഞ ഫസ്റ്റ് ടൈം ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈം എന്ന് മാത്രം അവര് ചോദിച്ചത്. ഫസ്റ്റ് ടൈം എന്റെ അടുത്ത് ചോദിച്ചത് ഫസ്റ്റ് ടൈം ഇൻ ബാംഗ്ലൂർ മെട്രോ എന്ന് ചോദിച്ചത്. ദോയോ ഗൈസ്, നമ്മൾ ഒടുക്കം വൈറ്റ് ഫീൽഡ് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് യൂബറിനാണ് പോകുന്നത്. സുഷമാജി കുറച്ച് തിരക്കിലാണ് ഗൈസ്. അപ്പോ നമുക്കിനി യൂബർ ബുക്ക് ചെയ്ത് കയറി പോകുന്നത്. സാധാരണക്കാരുടെ വണ്ടിയായ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ അവിടെ ചെന്ന് വില തിരക്കുവാണെന്ന് തോന്നുന്നു. ഹോട്ടലിൽ റൂം എടുത്ത ഹോട്ടലിൽ ചെന്നിട്ട് ചേട്ടാ ഒരു 200 അയാള് ചിരിക്കുന്നു. ആദ്യം അവര് 400 കുറച്ച് ഓക്കെ 300 250 അയാള് ചിരിക്കുന്നു. നമ്മളുടെ 3 മിനിറ്റ്സിലെത്തും. വെള്ളമൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് ഒഴിക്കണം കേട്ടോ. ആ ചെറുക്കൻ എന്നെങ്കൾ ഇച്ചിരി മൂത്താന്നൊക്കെ പറയുന്നു. ആരാന്നൊക്കെ പറഞ്ഞു ചുമ്മാടുന്ന ജോമ കാണിക്കുക. ഒരു ദിവസം കണ്ട് കാക്ക പറഞ്ഞു ഒരു വയസ്സോ 1/2 വയസ്സോ കണ്ട്. അതിന് ഭയങ്കര അവളുടെ ഞാൻ ഈ വർഷം അടുത്ത വർഷം റിട്ടയർമെന്റ് അത് പള്ളി പറഞ്ഞാൽ മതി. ഹലോ സാർ, നമസ്കാരം. എല്ലാരും ഇവിടെ ഉണ്ട്. സാറിന് സുഖാണോ? ഇപ്പൊ നടക്കുന്നത് ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാചരണയോട് അനുബന്ധിച്ചിട്ടുള്ള ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഭാരതത്തെയും ഭാരതത്തിലുള്ള വിശേഷങ്ങളെ കുറിച്ചുള്ള ചിത്രം മാത്രം എഴുതാവൂ. അതാണ് ടോപ്പിക്. അങ്ങനെ ചെയ്യുന്ന ടോപ്പിക് അതാ കൊടുത്തിരിക്കുന്നത്. ആ ടോപ്പിക്കിൽ എഴുതണം. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. നമ്മുടെ സുഷമാജിയുടെ ഓഫീസ്. സാറിനെ മാത്രമേ ഈ ചെയറിൽ ഇരുത്തിയിട്ടുള്ളൂ. ശങ്കർ വന്നാലും മോഹൻ വന്നാലും ആരും ഇരിക്കത്തില്ല. സാറിനെ മാത്രമേ ഇത്രയും നാളായിട്ട് ഈ ചെയർമാൻ സാറിന് വലിയ ജീവനാണ്. ആക്ച്വലി എനിക്ക് ഒരു ഗുരുതുല്യനാണ്, ഒരു പിതൃതുല്യനാണ് അദ്ദേഹം. ഞാൻ അന്ന് ആ കല്യാണത്തിന് ഓടി വരാൻ നിങ്ങളാവുന്നല്ല. കണ്ണനെല്ലൂർ ലൈബ്രറി,
ಚಿರಕಾಲ ಪ್ರೆಸಿಡೆಂಟ್ ಆದ ಶ್ರೀ ಅಬೂಬೇಕರ್ ಕುಂಜವರ ಮಗ ನಿಸಾರ್ ಅವರು ಇಲ್ಲಿ ಆಗಮಿಸಿದ್ದಾರೆ. ನಿಸಾಮಿನ ಹೆಂಡತಿ, ಮಕ್ಕಳು, ಸೊಸೆ ಎಲ್ಲರೂ ಬಂದರೆ ಅವರಿಗೆ ನಾವು ಶ್ರೀ ಸರಸ್ವತಿ ಎಜುಕೇಶನ್ ಟ್ರಸ್ಟಿನ ಪರವಾಗಿ ಸ್ವಾಗತ ಬಯಸ್ತೇವೆ. ഇത് എന്റെ മരുമോള് വാങ്ങിച്ചോണ്ടതാ കേട്ടോ. തീർച്ചയായിട്ടും അവളായിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടോ. നമുക്ക് ഡ്യൂട്ടി അവള് ഓടി അടുത്തിന് പപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയതാ. ഞാൻ മേളിലായിരുന്നു. താങ്ക് യു പറഞ്ഞേക്ക്. അപ്പൊ ഓക്കെ നമ്മൾ പോട്ടെ. താങ്ക് യു. താങ്ക് യു.